സോ ഹായ് ഗൈസ്, നിങ്ങളൊരു സാംസങ്ങിൻ്റെ ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് 30,000 to 35,000. അപ്പോൾ നിങ്ങൾ ഏത് ഫോണാണ് കൺസിഡർ ചെയ്യുക? എനിക്കറിയാം നിങ്ങൾ S23 FE ആവും കൺസിഡർ ചെയ്യണത്. ബിക്കോസ് ആ ഫോൺ ലോഞ്ച് ആയത് 52,000 to 53,000 ലോഞ്ച് ആയത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ 33,000 ആയിട്ട് സ്ലാഷ് ആയിട്ടുണ്ട്. അപ്പോൾ ആ പ്രൈസിന് മേടിക്കുന്നത് വെർത്താണോ അതെയോ വേറെ ഏതെങ്കിലും ഒരു സാംസങ് ഫോണിൻ്റെ കൂടെ പോവുകയാണോ നല്ലത്? ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ S21 FEയുടെ കൂടെ പോവുക. അതിൻ്റെ പ്രൈസ് ഇപ്പോൾ 29,000 സംതിങ് ആണ്. അതും സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റ് മേടിക്കാൻ നോക്കുക. ബിക്കോസ് എക്സിനോസ് പ്രൊസസ്സർ, ഞാൻ വർഷങ്ങളായിട്ട് എക്സിനോസ് പ്രൊസസ്സർ യൂസ് ചെയ്യുന്ന ഒരാളാണ് സാംസങ്ങിൻ്റെ ഫോണിൽ. ഇപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ S23 FEയിൽ എക്സിനോസ് 2200 പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് ഈസ് കമ്പാരബിൾ ടു സ്നാപ്ഡ്രാഗൺ 8+ Gen 1. നല്ല പവർഫുള്ളായ ചിപ്സെറ്റൊക്കെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ സ്നാപ്ഡ്രാഗൺ 888 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ട് പവർഫുള്ളായ ഒരു ചിപ്സെറ്റ് തന്നെയാണ്. പക്ഷേ ആ പ്രൊസസ്സർ അത്ര ഓപ്റ്റിമൈസ്ഡ് ആയ പ്രൊസസ്സറല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കേണ്ട, നിങ്ങൾ തന്നെ പോയിട്ട് റിസർച്ച് ചെയ്യുക. ഗൂഗിളിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, റെഡിറ്റിലായിക്കോട്ടെ, അല്ലെങ്കിൽ ട്വിറ്ററിലായിക്കോട്ടെ, നിങ്ങൾ സ്വയം പോയിട്ട് റിസർച്ച് ചെയ്യുക അതിൽ എന്തൊക്കെ ഡ്രോബാക്സ് ഉണ്ടെന്ന്. ഇപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്, അതിൽ ഇപ്പോൾ 6 മാസം സംതിങ് ആയി അത് ലോഞ്ചായിട്ട്. ഇപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്, ലാഗിങ് ഇഷ്യൂ ഉണ്ട്, അതേമാതിരി ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ആ ഫോണിലുണ്ട്. അതുകൊണ്ട് ആ ഫോൺ മേടിക്കുന്നത് അത്ര വರ್ತല്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം സ്നാപ്ഡ്രാഗൺ 888 വേരിയൻറ്റ് അത് TSMC എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് സാംസങ് തന്നെയാണ് ആ സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സർ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ എന്നാലും എനിക്ക് കുറച്ചും കൂടി വിശ്വാസം സ്നാപ്ഡ്രാഗൺ 888 പ്രൊസസ്സറിലാണ്. ബിക്കോസ് ഞാൻ എക്സിനോസ് വേരിയൻറ്റാണ് യൂസ് ചെയ്യുന്നത് S21 FEയുടെ. അതേമാതിരി എൻ്റെ കസിൻ്റെ അടുത്തുണ്ട് സാംസങ് ഗാലക്സി S21 FEയുടെ 888 വേരിയൻറ്റ്. അപ്പോൾ ആ രണ്ട് ഫോണും സൈഡ് ബൈ സൈഡ് യൂസ് ചെയ്യുമ്പോൾ എനിക്കെന്താ ഡിഫറൻസ് മനസ്സിലായതെന്ന് വെച്ചാൽ ക്യാമറയിലൊന്നും വലിയ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ കുറച്ച് നേരം യൂസ് ചെയ്യുമ്പോൾ S21 FEയുടെ എക്സിനോസ് വേരിയൻറ്റ് കുറച്ച് ലാഗ് ചെയ്യാൻ തുടങ്ങും. അതേമാതിരി 888 വേരിയൻറ്റ് അത്ര ലാഗ് ചെയ്യില്ല, നല്ല സ്മൂത്തായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. പിന്നെ ബാറ്ററി ഡ്രെയിനിങ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ ആ യൂസർ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. നമ്മളൊരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അതാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിന് നിങ്ങളൊരു S21 FEയുടെ 888 വേരിയൻറ്റ് മേടിക്കുന്നതാവും കുറച്ചും കൂടി നല്ലത്. അതെൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയണത്. അപ്പോൾ നിങ്ങൾ എന്നോട് അഗ്രി ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോൾ. പക്ഷേ എക്സിനോസ് പ്രൊസസ്സർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വർഷം നന്നായിട്ട് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ കാണാൻ കിട്ടും. ഇപ്പോൾ തന്നെ 6 മാസമായി S23 FE ലോഞ്ചായിട്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം കുറേ യൂസേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ട്, ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്, പിന്നെ നന്നായിട്ട് ലാഗ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നോർമൽ ടാസ്ക് ചെയ്യുമ്പോഴും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അത് ലോങ് ടേമിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ആൻഡ് ഇൻ ടേംസ് ഓഫ് ക്യാമറ ക്വാളിറ്റി നോക്കുകയെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗണിൻ്റെ ISP ആവും കുറച്ചും കൂടി ബെറ്റർ കമ്പയർ ടു എക്സിനോസ് ISP. അപ്പോൾ നിങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ S23 FEയിൽ നമുക്ക് 50 MP മെയിൻ ക്യാമറയാണ് കിട്ടുന്നത്. ഇതിൽ 12 MP ക്യാമറയാണ് കിട്ടുന്നത് S21 FEയിൽ. പക്ഷേ നിങ്ങൾ ഡീഫോൾട്ടായിട്ട് എടുക്കുന്നത് 12 MP ഫോട്ടോസ് എടുക്കുന്നത്. പിന്നെ 8 MP ടെലിഫോട്ടോ ലെൻസിലും രണ്ടിലും സെയിം തന്നെയാണ്. പിന്നെ വൈഡ് ആംഗിൾ ക്യാമറയും സെയിം തന്നെയാണ്. പിന്നെ S23യിലത്തെ ഫ്രണ്ട് ക്യാമറ ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് S23 FEയുടെ ഫ്രണ്ട് ക്യാമറയാണ് കമ്പയർ ടു S21 FE. ആ ഒരു വ്യത്യാസം എനിക്ക് കാണാൻ കിട്ടിയിട്ടുള്ളൂ. ഇൻ ഡേ ലൈറ്റ് കണ്ടീഷൻസ്, ലോ ലൈറ്റ് കണ്ടീഷൻസിൽ ഞാൻ S23 ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത് നമ്മുടെ S21 FEയിൽ. അതേമാതിരി ഗൊറില്ല ഗ്ലാസ് 5 സംതിങ് പ്രൊട്ടക്ഷനാണ് നമുക്ക് S23 FEയിൽ കിട്ടുന്നത്. അതൊരു ഡൗൺ ഗ്രേഡ് ആയിട്ടാണ് എനിക്ക് തോന്നിച്ചിരിക്കുന്നത്. പിന്നെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ S23 FEയിൽ നിങ്ങൾക്ക് എക്സ്ട്രാ അപ്ഡേറ്റ്സ് കിട്ടും. 4 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇപ്പോൾ നിങ്ങൾക്ക് അഗ്രി ചെയ്യണമെങ്കിൽ ചെയ്യുക. അഗ്രി ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അഗ്രി ചെയ്യില്ലെങ്കിൽ ഈ വീഡിയോ വേണമെങ്കിൽ റൺ ഓൺ ആ ഡിസ്ലൈക്ക് ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന്.
അപ്പോൾ ഇതായിരുന്നു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ നിങ്ങളുടെ കാശാണ്, നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ സ്വയം റീസെർച്ച് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങളതിന് കുറേ പേര് എന്നോട് ചോദിക്കും A55 മേടിച്ചാൽ എങ്ങനെ ഉണ്ടാവും, A35 മേടിച്ചാൽ എങ്ങനെ ഉണ്ടാവും. സത്യമായിട്ട് പറയട്ടെ, എക്സിനോസ് വേരിയൻറ്റ് സാംസങ്ങിൻ്റെ ഫോണിൽ വരികയാണെന്ന് വെച്ചാൽ നിങ്ങളത് കൺസിഡറേ ചെയ്യല്ലേ. സ്നാപ്ഡ്രാഗൺ ഫോൺ മേടിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ലോങ് ടേം യൂസ് ചെയ്യാൻ പറ്റും. എക്സിനോസ് വേരിയൻറ്റ് ലോങ് ടേമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ യൂസർ എക്സ്പീരിയൻസ് നന്നായിട്ട് പോവും. അപ്പോൾ നിങ്ങൾ റീസെർച്ച് ചെയ്യുക. ഞാൻ പറയണതിൽ മൊത്തം വിശ്വസിക്കേണ്ട, നിങ്ങൾ സ്വയം റീസെർച്ച് ചെയ്യുക, എന്നിട്ട് നല്ലൊരു ബൈങ്